എന്തെങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? മനസ്സിലായില്ല അല്ലേ? ഞാനാണ് പുഴു. മോളിന്ന് ഒരു ചൂണ്ടക്കാരനെ എന്നെ ചൂണ്ടേന്ന് ഒരുത്തി ഇങ്ങോട്ട് ഇട്ടതാ, കൊറേ മീനോളെ പിടിക്കാൻ വേണ്ടി. ഇപ്പൊ കഥ എന്താന്ന് നിങ്ങക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കോമഡി തുടങ്ങാം. ഇനിയാണ് കോമഡി. അയ്യോ, ഇവിടെ മീനോളെ ഒന്നും കാണാനില്ലല്ലോ. മീനുകളെ, 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 എല്ലാരും വരി വരി വരി, ചൂണ്ടയിൽ കൊരുന്നു പോവാനുള്ള സമയമായി. ഇത് ആമക്കുഞ്ഞാണോ അതോ മത്സ്യക്കുഞ്ഞാണോ? മത്സ്യാമ. മത്സ്യാമേ, മത്സ്യമാണ് മാമ. മാമനാ? അല്ല, പിന്നെ നിങ്ങൾ ആരാ? ഞാൻ സ്രാവ്. കള്ളം പറയല്ലേ, ഇത് സ്രാവ് ഒന്നല്ല, ഇത് പുഴുവല്ലേ? പുഴുവാണെന്ന് അറിയാലോ, പിന്നെ എന്തിനാ ചോദിക്കാൻ വരുന്നത്? അല്ല, ഈ പുഴു എന്തിനാണ് ഈ കടലിന്റെ അടിത്തട്ടില് വന്നത്? ഇവിടെ ഒരു 10 സെന്റ് സ്ഥലം വിൽക്കാണ്ടെന്ന് കേട്ടു, അത് വാങ്ങിക്കാൻ അച്ചോടാ, അത് ഇന്നലെ വരായിരുന്ന എന്താ? ഇന്നലെ ഒരു ആലുവാക്കാരൻ വന്നത് മേടിച്ചോണ്ട് പോയിടാ. ഒരു കിണറും കക്കൂസുണ്ട്. തെറ്റേ പിന്നെ എനിക്കൊന്നും വേണ്ട. എന്നെ മോളിൽ നിന്നൊരു ചൂണ്ടക്കാരൻ ചൂണ്ടയിൽ കൊരുത്തി ഇങ്ങോട്ട് ഇട്ടതാ, കൊറേ മീനോളെ പിടിക്കാൻ വേണ്ടി. എന്തായാലും നീ വേമ്പാ. ഞാൻ വരുന്നില്ല. എന്നീ കടലിന്റെ അടിയെന്നേ വേറെ എങ്ങടേക്കും കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ ചാളക്കുട്ടി. ചാളക്കുട്ടിയാ? അല്ല, ചൂരക്കുട്ടി. ചൂരക്കുട്ടിയാ? പിന്നെ നീ ഏതിനത്തിൽ പെട്ടതാണ്? ഞാൻ മത്സ്യകന്യകയാണ് മാമ. ഞാൻ ഈ കടലിന്റെ അടിത്തട്ടിലെ രാജകുമാരിയാണ്. അയ്യോ, രാജകുമാരിയായിരുന്നോ? അല്ല, എന്നിട്ട് ഭടന്മാരൊക്കെ എന്തിയെ? അയ്യോ, അത് കടലിൽ ചാകര വന്നപ്പ ആ വഴി അങ്ങ് പോയി. കുറച്ചു പേരിനെ വിഴിഞ്ഞാൻ കടപ്പുറത്ത് കാണാം, എന്ന് നോക്ക്. അല്ല, അപ്പൊ രാജകുമാരിയുടെ അച്ഛനും അമ്മയൊക്കെ എവിടെ? ഓ, അച്ഛനെ പറ്റി ചോദിക്കപ്പോ ഇത്രയും ചിരിക്കാനാണെങ്കിൽ അച്ഛൻ വലിയൊരു കോമഡി ആർട്ടിസ്റ്റ് ആയി. ഇത് മൊത്തം കടൽ വെള്ളമല്ല, എന്റെ കണ്ണീരാണ്, കണ്ണീര്. അച്ഛനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ആ, അച്ഛനും ഒന്നും പറഞ്ഞില്ല. ഞങ്ങളോട് പറയാണ്ട് അച്ഛൻ എങ്ങോട്ടോ പോയി. അപ്പൊ അമ്മ അച്ഛൻ പോയതിന്റെ വിഷമത്തിൽ വിസ എടുത്ത് അറബിക്കടലിലേക്ക്. ഇപ്പൊ ഒരു അറബി മീനിന്റെ വീട്ടിൽ വേലക്ക് നിക്കുക. പാവം എന്റെ അമ്മ. വേണ്ട, ചമയ്ക്കണ്ട. ചുമച്ചതല്ല, കരഞ്ഞതാ. ഇപ്പൊ ചുമക്കാനും സമ്മതിക്കൂല, കരയാനും സമ്മതിക്കൂല. പോട്ടെ പോട്ടെ. അയ്യോ പോലെ, ഞാൻ കഥ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ബാക്കിയുള്ള കഥകള് നമുക്ക് വേണമെങ്കിൽ കൊട്ടാരത്തിലേ സംസാരിക്കാം. അപ്പൊ സ്വന്തമായി കൊട്ടാരൊക്കെ ഉണ്ടോ? ആ, അതുകൊണ്ട് അങ്ങറ്റത്ത് ആ തൊണ്ട് കമത്തി വെച്ചണില്ലേ, അത് തന്നെ എന്റെ കൊട്ടാരം. ഞാൻ മീനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആക്രാന്തം പെടാല്ലേ, ഞാൻ കൊണ്ടുവരാം. ഒന്ന് ക്ഷമിക്ക്. ശരി ശരി. ഇതെന്തോ ഒറ്റക്കൊന്നും സംസാരിക്കാൻ വട്ടാ? വട്ടായോണ്ടല്ല, മോളിൽ നിന്ന് ചൂണ്ടക്കാരൻ ചോദിക്കുക, കൊറേ നേരമായില്ല പുഴുവായിട്ട്, എന്ന് തീരിട്ട് മീനെ പിടിക്കാത്തന്ന്. നീ വേം വാ. ഞാനൊന്നും വരത്തില്ല. വരൂലേ? വരൂല. ഈ മീനെ, ഈ പുഴുവിന് ഭയങ്കര ഇഷ്ടമായി. ആരാടാ? നിന്റെ അവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ, സത്യം പറയടാ. അല്ല, അതാരാ പോയത്? അത് ഇവിടുത്തെ സജാധാര കുതിരകള്. എന്റെ അടുത്ത് ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു എന്നറിയാൻ വേണ്ടി വന്നതാ. എല്ലാ കടലിലുണ്ട് ഇങ്ങനത്തെ ഓരോരോ സജാധാര കുതിരകള്. നാളല്ലടാ കഴുത നിനക്ക്. കഴുതല്ലാടാ കൊരങ്ങ, കുതിര. കൊരങ്ങനല്ലടാ കഴുതേ, പുഴു. നമുക്കൊന്നും മനസമാധാനത്തോടെ സ്നേഹിക്കാനും കൂടി പറ്റില്ല. എന്ത്? ഈ മത്സ്യകന്യകായ എന്നെ ഈ പുഴുവിനെ സ്നേഹിക്കാൻ എന്ത് കഴിവാണ് പുഴുവിനുള്ളത്? എടി, നീയേ കഴിവിന്റെ കാര്യം പറഞ്ഞ എന്നെ അങ്ങനെ പുച്ഛിക്കണ്ട. കലാലോകത്തേക്ക് ഞാൻ ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. പൈസ ആയിരിക്കും. പൈസ ഇല്ല, ഈ സിനിമാറ്റിക് ഡാൻസർ എന്നെ കണ്ടല്ലേ ഈ പുഴുവടിയൊക്കെ അടിച്ചത്. അതെങ്ങനെ? ദാ ഇങ്ങനെ.
പുഴുവടി. ഇത് പുഴുവടിയല്ല, ഇത് കൃമിയടി. അല്ല, ഒരു സംശയമുണ്ട്. ഈ സാധാരണ കുതിരകളൊക്കെ വരുമ്പോ ടക്കടി 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 എന്നല്ലേ, ഇതെന്താ വരുമ്പോ ബ്ലം 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 ബ്ലം. വെള്ളത്തിന്റെ അടിയിൽ കൂടെ വരുമ്പോ ബ്ലും ബ്ലും നല്ല ആകത്തുള്ളൂ. അല്ല, ഈ കുതിര പോയപ്പോ ഇത്രയും വലിയ കോമള വരുന്നേ? അതെ, രാവിലത്തെ കാപ്പയുടെ കൂടെ കിഴങ്ങേറിയായിരുന്നു. കുറച്ചങ്ങോട്ട് മാറിയില്ലേ? അയ്യോ, ഈ സന്ദർഭത്തിൽ ഇത്രയും സൗണ്ട് എടുക്കല്ലേ, പതിയെ. മത്സ്യന്നെ, എന്റെ കുതിരപ്പുറത്ത് കയറൂ, ഞാൻ ഈ കടല് മൊത്തം ചുറ്റി കാണിച്ചു തരാം. കുതിര, ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ മേത്തെ കുതിര കയറാൻ വിളിക്കരുതെന്ന്. എനിക്ക് തോന്നുമ്പോ കടല് ചുറ്റി കാണാൻ എനിക്ക് നീന്താനുള്ള കഴിവുണ്ട്. അല്ല, ഈ പുഴുവിന്റെ മേത്ത് കയറിയാലും ഈ കടൽ ഫുള്ള് ചുറ്റി കാണിക്കും. എന്താ ഈ കുതിര ഈ കടല് മൊത്തം ചുറ്റി കാണിച്ച് ചൊറിയുന്നു. ഇത് വെറും പുഴുവല്ല, ചൊറിയും പുഴുവായത്. എന്റെ അടുത്തൊന്നും അടുക്കാൻ പോയില്ല, ചൊറിഞ്ഞു ഊപ്പാടാണ്. അല്ല വാടാ, ഞാൻ കടല് കാണിക്കാം. അല്ല, കറക്കി കാണിക്കടാ, വാടാ നീ. വാടാ നീ, കറക്കി കാണിക്കാം. ഇങ്ങനത്തെ ചെറുമാരെ ഒഴിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ടെക്നിക്സ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. അയ്യോ, നമുക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല. നീ വേഗം ഒന്ന് വന്നേ, എനിക്ക് നിന്നെ കരയിലേക്ക് കൊണ്ടുപോകാനുള്ളതാ. കരയിലേക്കാ? ആ, കരയിൽ നിനക്ക് വേണ്ടി ചട്ടിയും കൊടമ്പുളിയും വെച്ച് ആൾക്കാര് വെയിറ്റിംഗ് ആണ്. ആഹാ, നിങ്ങൾ എന്നെ ഇവിടെ സ്നേഹം നടിച്ച് ഈ ചൂണ്ടയെ കൊണ്ടുപോയി ചട്ടിയിലിട്ട് വരട്ടാനുള്ള പരിപാടിയായിരുന്നല്ലേ? പോടി, നിന്നെ ഞാൻ ചട്ടിയിലൊക്കെ ഇട്ട് വരട്ടോ. കുടമ്പുളി ഇട്ടേക്കാനാ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു എനിക്ക് അങ്ങനെ തോന്നണില്ല. അതെന്താ? ഇവിടെ കൊറേ രക്ഷകരുണ്ട്. ആ, നീ വിളിക്ക് നിന്റെ രക്ഷകരെയൊക്കെ. എന്റെ നീരോ, കണ്ട എന്റെ രക്ഷകര്, കണ്ട 8 കൈകളും അതും വെച്ചൊരെണ്ണ കിട്ടിയാലുണ്ടല്ലോ 9 തലച്ചോറും 3 ഹൃദയം. അല്ലാണ്ട് നിന്നെ പോലെ ഹൃദയവും ഇല്ലാത്തവനല്ല. അല്ല, ഇതൊക്കെ ഉണ്ടായി പറഞ്ഞിട്ട് എന്താ കാര്യം? അവര് നട്ടലില്ലല്ലോ. ആ, പറയണ പുഴുവിനിപ്പ നട്ടിലുണ്ടല്ല. അല്ല, എന്നാലും ഞാൻ ഇവനെ എവിടെ കണ്ടു? ആ, ഇപ്പൊ മനസ്സിലായി. 6-ാം തമ്പുരാൻ സിനിമയില് മോഹൻലാല് ഒരു ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച ആളല്ലേ ഇത്? ഏത് ധാരാവി? ഓ, ഇത് ധാരാവി അല്ല, ഇത് നീരാളി. ഓ, അപ്പൊ അതാണല്ലേ ഈ കടലീത്തെ വെള്ളം ചൂടായി ആകാശത്തോട്ട് പോയിട്ട് ഈ മഴയായി പെയ്യുന്നത്. എന്ത് നീരാവി? അത് നീരാവി, ഇത് നീരാളി. എന്തൊക്കെ പറഞ്ഞാലും ഇവന് പെണ്ണുമ്പളെ പേടിയുണ്ട്. അതെങ്ങനെ മനസ്സിലായി? ദോണ്ട അവന്റെ പെണ്ണുമ്പള അവിടെ ചൂലായിട്ട് ഇറങ്ങിയപ്പോ ദോണ്ട പോണ്. അതാ പോയി. എന്തായാലും നീ വാ, ഇനി നിന്നെ ഞാൻ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കി എനിക്ക് വേറൊരാളുണ്ട്. അതാരാ? എന്റെ സ്രാവ് കൊച്ചച്ചാ. കണ്ടോ? പുഴു എന്റെ മത്സ്യകന്യകെ വശീകരിച്ചു കൊണ്ടുപോവാൻ വന്നതാണല്ലേ? ഞാൻ വശീകരിച്ചു കൊണ്ടുപോകാൻ വന്നതല്ല, വകവരുത്തി കൊണ്ടുപോകാൻ വന്നതാ. കല്ലുകൾക്കിടയിൽ വെച്ച് ഞെരിച്ചു കൊല്ലൂ. ഓടാ പുഴുപ്പല്ല എണീറ്റ് അവിടുന്ന്. അവൻ പുഴുപ്പല്ലും വെച്ച് ഇങ്ങോട്ട് വന്നിരിക്ക. ഒന്ന് പോടാ എണീറ്റ്. ഇനി ഞാൻ നിന്നെ കൊണ്ടുപോലോടി. നിർത്തണോ? ഞാൻ ഇവളെയും കൊണ്ട് കരയിലേക്ക് ചെല്ലാന്ന് വാക്ക് കൊടുത്താ വാക്ക് എനിക്ക് തെറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവളെ കൊണ്ടേ പോവൂ. എങ്ങനെ? ഞാൻ കൊണ്ടേ പോവോന്ന്. കൊണ്ടേ പോവൂ. കൊണ്ടോ? കൊണ്ട്. എന്നാ പോടാ.